എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. സങ്കീർത്തനങ്ങൾ 32-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതി വാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനങ്ങൾ 32. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ മേൽ ഭാരമായിരുന്നു, എന്റെ മറ്റ വേനൽക്കാലത്തിന് വിട്ടത്താൽ വരച്ചു. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചിട്ട്. ഇതിനകത്ത് ഓരോ ഭക്തനും കണ്ടെത്താത്ത കാലത്ത് എന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കളയോട് എത്തി. നീ എനിക്ക് മറുപടമാവുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കും, സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ നിന്നെ ഉപദേശിച്ച് അടക്കേണ്ട വഴി കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു. അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകില്ല. ദുഷ്ടന് വളരെ വേദനകളുണ്ട്, യഹോവയിൽ ആശ്രയിക്കുന്നതിനോ ദയ ചുറ്റിക്കും. നമുക്ക് ചേർന്ന് വായിക്കാം. സങ്കീർത്തന പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇത് ക്രോഡീകരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 51-ാം സങ്കീർത്തനത്തിന് ശേഷം വരേണ്ട ഒരു സങ്കീർത്തനമാണ്. 51-ാം സങ്കീർത്തനത്തിന് ശേഷം വരേണ്ട ഒരു സങ്കീർത്തനമായിരുന്നു ഇത് എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. 51-ാം സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ദാവീദ് രാജാവ് കൊലപാതകവും വ്യഭിചാരവും ചെയ്യാനിടയായി. ബേത്ശേബയുമായിട്ടുള്ള പാപം നമുക്കറിയാം. അല്ലെങ്കിൽ പൈതല് മരിച്ചുപോയ ചരിത്രങ്ങൾ നമുക്കറിയാം. എന്നാൽ ആ പാപത്തിന്റെ താൻ പാപത്തിലായിരിക്കുമ്പോൾ താൻ രഹസ്യത്തിൽ ചെയ്ത പാപം നാഥാൻ പ്രവാചകൻ വന്ന് അദ്ദേഹത്തോട് പറയുമ്പോൾ വളരെ ഒരു നാഥാൻ പ്രവാചകൻ അത് വെളിപ്പെടുത്തുമ്പോൾ ഒരു കഥ രൂപേണ ആ രാജാവിന്റെ പാപം പറയുക. നമുക്ക് ആ ഭാഗങ്ങൾ അറിയാം. തന്റെ ജീവിതത്തില് വലിയ പാപബോധം ഉണ്ടായിട്ട് ദൈവത്തോട് തന്റെ പാപം ക്ഷമിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ചരിത്രം നമുക്കറിയാം. 51-ാം സങ്കീർത്തനത്തിന്റെ വേദഭാഗങ്ങളൊക്കെ നമുക്ക് മനഃപ്പാടമാണ്. ദൈവമേ, നിന്റെ കരുണപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചതിന് ശേഷം അതിനുശേഷമുള്ള ഒരു പശ്ചാത്തലമാണ് ഈ 32-ാം സങ്കീർത്തനം നമുക്ക് കാണുവാൻ സാധിക്കും. എന്താ? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 4-ാം അധ്യായം 6 മുതലുള്ള വചനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ ഉദ്ധരണി പൗലോസ് എടുത്തു പറയുന്നുണ്ട്. എന്താ? ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നത്. അധർമ്മം മോചിച്ചും പാപം
മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ പാപത്തിന് 3 പ്രത്യേക പദങ്ങൾ നമുക്കിവിടെ ശ്രദ്ധിക്കാം. ലംഘനം, പാപം, അകൃത്യം. ലംഘനത്തിന് കൊടുത്തിരിക്കുന്നത് ട്രാൻസ്ഗ്രഷൻ എന്ന പദമാണ്. പാപത്തിന് കൊടുത്തിരിക്കുന്നത് സിന്ന് എന്ന് പറഞ്ഞ പദമാണ്. അകൃത്യം എന്ന് പറഞ്ഞാൽ ഇനിക്വിറ്റി. ട്രാൻസ്ഗ്രഷൻ, സിൻ, ഇനിക്വിറ്റി. ഇത് 3 പ്രത്യക്ഷത്തിൽ ഒന്നായിട്ട് തോന്നാമെങ്കിലും അത് 3ന്റെയും അർത്ഥം വ്യത്യസ്തമായ രീതിയിലാണ്. ലംഘനം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ട്രാൻസ്ഗ്രഷൻ എന്നാണ്. എന്ന് പറഞ്ഞാല് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത് ലംഘനമാണ്. ചെയ്യരുതെന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുന്നത് ലംഘനമാണ്, നിയമലംഘനമാണ്. അകൃത്യം അല്ലെങ്കിൽ ഇനിക്വിറ്റി എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യണമെന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതിനാണ് അകൃത്യം അല്ലെങ്കിൽ കൃത്യതയില്ലായ്മ. ദൈവം ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് പാപമാണ്. ഉദാഹരണമായിട്ട് പുതിയ നിയമത്തിൽ നമുക്കറിയാം, നന്മ സുവിശേഷിക്കുന്നവരുടെ കാലെത്ര മനോഹരം. സുവിശേഷം അറിയിക്കണമെന്നുള്ളത് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. യേശുവിനെ കുറിച്ച് സാക്ഷീകരിക്കേണ്ടത് എല്ലാവരും ചെയ്യണം. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്ന കാര്യം, അയ്യോ ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അപ്പോൾ ദൈവം ചെയ്യണമെന്ന് പറഞ്ഞ ഒരു കാര്യം നാം എല്ലാവരും സുവിശേഷത്തിന്റെ വക്താക്കളായിരിക്കണം. അത് ഞങ്ങളെ പോലെയുള്ളവരുടെ മാത്രമായ ഒരു കാര്യമല്ല. നാം എല്ലാവരും നാം ആയിരിക്കുന്ന മേഖലകളിൽ സുവിശേഷം പറയുന്നവരാണ്. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ദൈവം ചെയ്യാൻ പറയുന്ന കാര്യം ചെയ്യാതിരിക്കുന്നത് അകൃത്യമാണ്. അടുത്ത പദം എന്ന് പറയുന്നത് പാപം, സിൻ എന്നാണ് പറയുന്നത്. സിൻ എന്ന് പറഞ്ഞാല് അതിന്റെ ഗ്രീക്ക് ഭാഷ എന്ന് പറഞ്ഞാൽ ഹാമാർത്തിയ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റുക, കുറിക്കുകൊള്ളാതിരിക്കുക. അതിന്റെ അർത്ഥം അങ്ങനെയാണ്. ലക്ഷ്യം തെറ്റുക, കുറിക്കുകൊള്ളാതിരിക്കുക എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റിപ്പോവുക, ദൈവത്തിന് വിരോധമായി പാപം ചെയ്യുക എന്നാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടതയില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് കാണുവാൻ സാധിക്കും. അത് മാത്രമല്ല, നമ്മൾ പഴയ നിയമത്തിലെ പല വേദഭാഗങ്ങളും പരിശോധിച്ചാൽ, പ്രവാചക പുസ്തകങ്ങൾ പരിശോധിച്ചാൽ നമുക്കിത് കാണുവാൻ സാധിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം നമുക്ക് വായിക്കുമെങ്കിൽ എന്താ? അയ്യോ അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്ന ജനം എന്ന് നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. പഴയ നിയമ പ്രവാചകന്മാരെയൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഈ അകൃത്യത്തെ കുറിച്ചും പാപത്തെക്കുറിച്ചും ലംഘനങ്ങളെ കുറിച്ചും ഒരുമിച്ചുള്ള ചില വചനങ്ങൾ കാണുവാൻ നമുക്ക് സാധിക്കും. ഉദാഹരണമായിട്ട് നമുക്ക് ചില വചനങ്ങൾ വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:5. യെശയ്യാ 53:5. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായിരിക്കുന്നു,
അവന്റെ അടിപ്പിടരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. 4-ാം വാക്യം, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു, ദൈവം അവരെ ശിക്ഷിച്ചും അടിച്ചു ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിന്റെ സിൻ എന്ന് പറഞ്ഞ കാര്യങ്ങളും ഇനിക്വിറ്റിയും അതേപോലെ ട്രാൻസ്ഗ്രഷനും ഒക്കെ കാണുവാൻ നമുക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലുള്ള ധാരാളം ചില ഉദാഹരണങ്ങൾ സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ഞാൻ പറയുന്നില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം, പുറപ്പാട് പുസ്തകം 34:7, യെശയ്യാ 53:5 കാണുവാൻ സാധിക്കും. എനിക്ക് 10 മിനിറ്റാണ് പാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സമയം തീരാറായി. സമയത്തിനുള്ളിൽ ഇരിക്കണമല്ലോ. ആമേൻ. അതുകൊണ്ട് ഈ സങ്കീർത്തനത്തിന്റെ എല്ലാ വാക്യങ്ങളും പറഞ്ഞ് വിശദീകരിക്കണമെങ്കിൽ എനിക്ക് മണിക്കൂറുകൾ വേണം. അതുകൊണ്ട് 10 മിനിറ്റിൽ ഞാൻ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഏത് പാപിയാണെങ്കിലും, ഏത് അകൃത്യം നിറഞ്ഞവനാണെങ്കിലും, ഏത് പിന്മാറ്റക്കാരനാണെങ്കിലും കർത്താവായ കാൽവരി ക്രൂശിൽ അതിന് പരിഹാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഏത് സങ്കീർത്തനം സംസാരിച്ചാലും, ഏത് വചനം സംസാരിച്ചാലും യേശു ഉയരപ്പെടുന്നില്ലെങ്കിൽ ഈ ശുശ്രൂഷകളെല്ലാം വ്യർത്ഥമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് 54-ാമത്തെ യെശയ്യാ പ്രവചനം ഞാൻ മുമ്പേ വായിച്ചതുപോലെ 53-ാം അധ്യായം പറയുന്നത് പോലെ ആ യേശു ക്രിസ്തുവിന്റെ അടിപ്പിടരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സങ്കീർത്തനത്തിൽ ഒന്നുകൂടെ കയറുക. ഈ പാപം അകത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്നാണെന്നറിയാമോ? രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു, എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ പറ്റിപ്പോയി എന്ന് പറയുമ്പോൾ പാപം അകൃത്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ശാരീരികമായ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അത് മെഡിക്കൽ സയൻസ് തെളിയിച്ച വിഷയമാണ്. മെയിനായിട്ട് മനുഷ്യൻ ഈ സൈക്കിക്കാകുന്നതിന്റെ പ്രശ്നം, മാനസിക രോഗങ്ങളുടെയൊക്കെ പിന്നിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ പാപം കാണുവാൻ സാധിക്കും. എന്നാൽ അത് തുറന്നു പറയുമ്പോഴാണ് ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ പാപം ദൈവത്തോട് ഞാൻ പറയാതെ അടക്കി വെക്കുകയാണെങ്കിൽ അത് എന്റെ അസ്ഥിയെ ബാധിക്കും. എന്റെ അസ്ഥികൾക്ക് ദ്രവത്വം ഉണ്ടാകും, എന്റെ അസ്ഥിക്ക് പ്രോബ്ലം ഉണ്ടാകും. എങ്ങനെ? ഞാൻ നേരത്തെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആമൻ, അസൂയ തന്നെ അസ്ഥികൾക്ക് ദ്രവത്വമാണ്. പല അസ്ഥി സംബന്ധമായ രോഗങ്ങളുടെ പിന്നിൽ വ്യാപരിക്കുന്നത് അസൂയ മനോഭാവങ്ങളാണ് എന്ന് തിരുവചനം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ആമൻ. തിരുവചനത്തിലേക്ക് കടക്കാം. നമ്മുടെ അകൃത്യം, നമ്മുടെ പാപം കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ വഹിച്ചു. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവൻ ക്രൂശിക്കപ്പെട്ട ഒരു കള്ളൻ ഇങ്ങനെ പ്രാർത്ഥിക്കാനിടയായി തീർന്നു. നാവോ മറ്റേ കള്ളനോട് പറയുക, നാം ചെയ്തതിന്റെ ഫലമാണ് ഈ ക്രൂശിക്കിടക്കുന്നത്. എന്നാൽ യേശുവിനെ കുറിച്ച് പറയുകയാണ്, ഇവനോ എങ്ങനെ? നാമോ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് പറയുക, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ നീ എന്നെ ഓർക്കണമേ. അവന്റെ അകൃത്യം അവനെ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശുവിനോട് പറയുകയാണ്, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ നീ എന്നെ ഒന്ന് ഓർക്കണം. അതാ ഇന്ന് നീ എന്റെ കൂടെ പ്രതിസരിക്കും. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, രോഗങ്ങൾക്ക് വേണ്ടി, ശാപങ്ങൾക്ക് വേണ്ടി അവസാന തുള്ളി രക്തവും കാൽവരി ക്രൂശിൽ ഒഴുക്കിയ യേശുവിന്റെ പുണ്യാഹ രക്തം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച്, നമ്മളെ ശുദ്ധീകരിച്ച്, നമ്മളെ നിർമ്മലരാക്കി നിത്യതയ്ക്ക് നമ്മളെ അർഹരാക്കുന്നുവെന്ന് ഇന്ന് പകൽക്കാലം ദൈവവചനത്തിലൂടെ, ഈ സങ്കീർത്തന ഭാഗത്തിലൂടെ അവൻ നിങ്ങളോട് പ്രബോധിപ്പിച്ചുകൊണ്ട് ഈ വചനത്തിൽ ഇരിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ.